അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഈ വൈറൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഈ ബൺ മസ്കിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് നൊസ്റ്റുണ്ടേ. അതായത് വളരെ കാലം മുമ്പ് ഞാൻ പൂനെയിലായിരുന്നു, അപ്പോൾ അതായത് എക്സാക്ട്ലി മഹാരാഷ്ട്രയിലായിരുന്നപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിലുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ബൺ മസ്ക വൈറലാവുന്നതിന് മുമ്പിട്ട് തന്നെ ബൺ മസ്കയുടെ ഒരു വലിയൊരു ഫാനായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ള ബൺ മസ്കയിലെ ബൺ ഇതൊന്നും അല്ല കേട്ടോ. അതൊരു വലിയൊരു മെത്ത പോലിരിക്കുന്ന ഒരു ബണ്ണാണ്. എനിക്കിപ്പോഴും അതിൻ്റെ കാര്യത്തിൽ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതിന് അത്ര നല്ല ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ എന്തായാലും നമുക്ക് കിട്ടുന്ന ബണ്ണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പപ്പ ഇത് പറഞ്ഞു വിട്ട്, പപ്പയെ നമുക്കിന്ന് ബൺ മസ്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പപ്പയെ കൊണ്ട് കുറേ ബണ്ണൊക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ രാവിലെ തന്നെ പണി തുടങ്ങിയതാണ് കേട്ടോ. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണേ, അതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഞാനും അങ്ങനെ ആ സിമ്പിൾ റെസിപ്പിയൊക്കെ നോക്കി നമ്മുടെ ബണ്ണിനകത്ത് ബണ്ണിനെ മുറിക്കാൻ ഇത്തിരി പാടുപെട്ട്, കാരണം അത് നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ക്രീമും അതായത് നല്ല ബട്ടർ, നല്ല സോഫ്റ്റൻ ചെയ്തിട്ടുള്ള ബട്ടറും പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് വാനില എസൻസും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മളതിനെ നല്ലപോലെ പുരട്ടി, അതിന് 4 വിട്ട് ഞാൻ പറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുരട്ടി കഴിക്കുമ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഒരു ക്രീം ബെന്ന് പോലെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞാനിത് മിസ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ക്രീം ബെൻ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും 2 ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. നമ്മുടെ ബന്ന് തന്നെ താരം. പിന്നെ അതിൻ്റെ കൂടെ പപ്പയുടെ ഒരു നല്ല കടക്ക് ടീ, അതായത് നല്ല സ്ട്രോങ് ടീ ഇട്ട് കുടിച്ചപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ ബണ്ണും ഫിനിഷായി കേട്ടോ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ, എന്തെങ്കിലും ഒരു ടേസ്റ്റ് ആയിട്ടുള്ള തിങ് ഉണ്ടാക്കിയാൽ അപ്പം തന്നെ തീരും. അപ്പോൾ ലൈക്ക് ചെയ്തേക്കണേ.